ആയുർവേദ ദർശനം. ദൃശ്യപരീക്ഷ്യവസ്തുവിൽ അന്തർലീനമായിരിക്കുന്ന ഘടകങ്ങളുടെ പ്രവർത്തന രഹസ്യം കണ്ടെത്തുവാനുള്ള പൂർവസൂരികളായ ഭാരതീയ മനീഷികളുടെ പ്രവർത്തനങ്ങളുടെ പരിണതഫലങ്ങളാണ് ആയുർവേദ ദർശനങ്ങൾ. ആയുർവേദശാസ്ത്രം ചിന്തനങ്ങളുടെ പരിണാമമായ ദർശനമാണ്. പ്രകൃതിയിൽ കാണുന്ന ജഡവസ്തുക്കളിലും ചേതനവസ്തുക്കളിലും കാണുന്ന വ്യത്യാസങ്ങളെ സൂക്ഷ്മനിരീക്ഷണത്തിലൂടെ രൂപപ്പെടുത്തിയ ദർശനങ്ങൾ. മനുഷ്യന് ശാന്തിയും സമാധാനവും ശാരീരിക-മാനസിക സുഖവും നിറഞ്ഞ ജീവിതം നൽകുന്നതാണ് ഈ ദർശനങ്ങൾ. രോഗപരിഹാര സംബന്ധമായ വിധികൾ മാത്രമല്ല, എങ്ങനെ സ്വസ്ഥനായി കഴിയാമെന്നും കൂടെ വിവരിക്കുന്നു. ചികിത്സ വെറും ഔഷധം മാത്രമല്ലേ എന്നാണ് ആയുർവേദ ദർശനം. നമ്മുടെ പൂർവസൂരികൾ പ്രത്യക്ഷ പ്രമാണത്തിന് ഗോചരമാകാത്ത സൂക്ഷ്മഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് ദർശനങ്ങൾ രൂപപ്പെടുത്തിയത്. സർവാധിഷ്ഠാനമായ കാരണത്തെ കണ്ടറിഞ്ഞു അതിൽ ഉറച്ചു നിൽക്കുന്ന കാര്യത്തെ വീക്ഷിക്കുന്ന സമ്പ്രദായമാണ് നമ്മുടെ ദർശനങ്ങൾ. നിലവിൽ ഉള്ള വിദ്യാഭ്യാസം പാശ്ചാത്യ ദർശനത്തെ അധിഷ്ഠാനമാക്കിയിട്ടുള്ളതാണ്. അതിനാൽ ഭാരതീയ ദർശനങ്ങളുടെ തത്വസങ്കേതങ്ങളുടെ അർത്ഥവും പ്രതിപാദനവും ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. പാശ്ചാത്യ ദർശനങ്ങളുടെ തുല്യതയോ അതിൽ കവിഞ്ഞ വിജ്ഞാനമോ ലോകത്തിയില്ലേ എന്ന് കരുതുന്നവരാണ് ഭാരതീയ ദർശനങ്ങൾ അശാസ്ത്രീയമാണ് എന്ന് കരുതുന്നവർ. അതിനാൽ തന്നെ ലോകത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര ദർശനമായ ആയുർവേദത്തെയും അംഗീകരിക്കുവാൻ ഇത്തരക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഈ ആയുർവേദ ദർശനം വികസിച്ച് പല ഭാഗങ്ങളിലും വ്യാപിച്ചിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേശാധിപത്യത്തിൽ ഇന്ത്യയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ പ്രചരിപ്പിക്കുകയും അപരിഷ്കൃത ശാസ്ത്രമായി നമ്മുടെ ചികിത്സയെ അപവദിച്ച് അധപതിപ്പിക്കുകയും ചെയ്തു. ഭാരതീയ ദർശനത്തെ അവഹേളിക്കുന്ന വിദ്യാഭ്യാസം ലഭിച്ച ഇന്നത്തെ നവചിന്തകർക്ക് സ്വന്തം സംസ്കാരത്തെ അടിസ്ഥാനമാക്കി സ്വതന്ത്രവും വിശാലവുമായി ചിന്തിക്കുവാനുള്ള പരിചയം നഷ്ടമായിരിക്കുന്നു. ഭാരതീയ ദർശനങ്ങളിലെ ഗഹനങ്ങളായ തത്വങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് ഇല്ലാത്ത ജ്ഞാനദരിദ്രർ ആയി മാറിയവരാണ് നാം.